നമസ്കാരം. മതത്തിന്റെയും ജാതിയുടെയും ചങ്ങല പൊട്ടിച്ചെറിയണമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തമിഴ്നാട് ജനതയോട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു ഇത്. ഇത്തരം വിഭജനങ്ങളെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുന്നത്. അഴിമതിക്കെതിരെ പോരാടുകയെന്നതാണ് മറ്റൊരു സ്വാതന്ത്ര്യമെന്നും വിജയ് പറഞ്ഞു. തങ്ങളെ അടിമകളെപ്പോലെ കാണുന്നുവെന്ന് മനുഷ്യർക്ക് തോന്നിത്തുടങ്ങുമ്പോഴാണ് അവർ ഒന്നിക്കുന്നത്. അപ്പോൾ മതം, ജാതി തുടങ്ങിയ ചങ്ങലകൾ പൊട്ടിക്കപ്പെടും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലും അതാണ് സംഭവിച്ചത്. തമിഴ്നാടിനെ അഴിമതി മുക്തമാക്കാനുള്ള ശ്രമത്തിലൂടെ മറ്റൊരു സ്വാതന്ത്ര്യത്തിനായും TVK സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി സർക്കാർ ഉദ്യോഗസ്ഥർ സഹകരിക്കണം. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല. 2036 $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി തമിഴ്നാടിനെ വളർത്താനാണ് ശ്രമം. ജൻസി തലമുറ സംസ്ഥാനത്തിന്റെ വികസന യാത്രയിൽ പങ്കുചേരണം, വിജയ് പറഞ്ഞു. അതേസമയം സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ നടി തൃഷ പങ്കെടുത്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിജയ് പതാക ഉയർത്തുന്ന ചടങ്ങിൽ വിജയുടെ മാതാപിതാക്കൾക്കൊപ്പം ഒന്നാം നിരയിലായിരുന്നു തൃഷയുടെ സ്ഥാനം. മഞ്ഞ സാരിയും മുല്ലപ്പൂവും അണിഞ്ഞെത്തിയ തൃഷ സദസ്സിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി. അമ്മ ഉഷാകൃഷ്ണനൊപ്പമാണ് തൃഷ എത്തിയത്. പരേഡിനിടെ വിജയ്ക്ക് തൃഷ സല്യൂട്ട് നൽകുകയും ചെയ്തു. ഇതിനു മുമ്പ് കഴിഞ്ഞ മെയ് മാസത്തിൽ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും തൃഷ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. അന്ന് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖറെ തൃഷ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചതും വലിയ രീതിയിൽ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. അന്നും ഇന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടൊപ്പം തൃഷയെ കണ്ടത് ആരാധകരിൽ വലിയ കൗതുകമാണ് ഉണ്ടാക്കുന്നത്. സമീപകാലത്തായി വിജയും തൃഷയും തമ്മിലുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിനിടെ വിജയ്ക്കെതിരായ വിവാഹമോചന ഹർജി പിൻവലിക്കുകയാണെന്ന് ഭാര്യ സംഗീത സ്വർണലിംഗം അറിയിച്ചിരുന്നു. എന്തായാലും ഔദ്യോഗിക ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടൊപ്പം വീണ്ടും തൃഷ പ്രത്യക്ഷപ്പെട്ടത് ഈ ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. വർഷങ്ങളായുള്ള ഇവരുടെ സൗഹൃദം തമിഴ് സിനിമയിലും പൊതുരംഗത്തും സജീവമായ ചർച്ചാ വിഷയമായി തുടരുകയാണ്. അതേസമയം ലോക്സഭയിലെ അംഗസംഖ്യ നിലവിലെ 543 തന്നെ സ്ഥിരമായി നിലനിർത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഓഗസ്റ്റ് 12 തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വിജയ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. പാർലമെന്റ് മണ്ഡല പുനർനിർണയം സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് വിജയുടെ നീക്കം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയത്തിന്റെ ഒരു പകർപ്പ് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നു. തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയം പരിഗണിക്കാനും ഇക്കാര്യത്തിൽ ആവശ്യമായ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, വിജയ് കത്തിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ നിലവിലെ ലോക്സഭാ പ്രാതിനിധ്യത്തിൽ മാറ്റമുണ്ടാകരുതെന്നും നിലവിലെ സീറ്റ് വിഭജനം സംരക്ഷിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു.